ഹായ്, ഇന്ന് നമ്മൾ 2023 ക്വസ്റ്റ്യൻസാണ് ഒന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നേരെ ക്ലാസ്സിലേക്ക് പോകാം. 2023 മാർക്കൊക്കെ നിങ്ങൾ കണ്ടു കാണും. ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപക്ഷെ മിക്കവാറും പേര് കണ്ടതായിരിക്കും അല്ലേ. നോക്കാം നമുക്ക്. ഗുഡ് ദാറ്റ് ഈസ് നോൺ റൈവൽ ആൻഡ് നോൺ എക്സ്ക്ലൂഡബിൾ. പബ്ലിക് ഗുഡിൻ്റെ ഡെഫിനിഷൻ തന്നെയാണല്ലേ. അപ്പോൾ ഒന്നാമത്തെ അത് ഗുഡ് ദാറ്റ് ഈസ് public good. Then second question, the value of marginal propensity to consume lies between MPCയുടെ വാല്യൂ എത്രയാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. വാരീസ് ബിറ്റ്വീൻ 0 and 1 ആണല്ലേ. MPC വാല്യൂ ഓഫ് MPC വാരീസ് ബിറ്റ്വീൻ 0 and 1. നെക്സ്റ്റ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ് ഈസ് ദ പ്രോബ്ലം റിലേറ്റഡ് ടു. ഇതാണ് ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ ആണല്ലേ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? ഹൗ ടു പ്രൊഡ്യൂസ്. അതേപോലെ വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് അലോക്കേഷൻ ഓഫ് കമ്മോഡിറ്റി ആണ്. അലോക്കേഷൻ പ്രോബ്ലം ആണല്ലേ. ഫോർ ഹും ടു പ്രൊഡ്യൂസ് ഈസ് ദ പ്രോബ്ലം റിലേറ്റഡ് ടു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഷോർട്ട് റൺ ഷട്ട് ഡൗൺ പോയിന്റ് ഓഫ് എ ഫേം ഇൻ എ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലെ പ്രൈസ് എത്രയാവണം? നമ്മൾ കണ്ടീഷൻസ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായി അല്ലേ. P ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു SAVC എന്നാണ്. അപ്പോൾ ഷോർട്ട് റൺ എന്നുള്ള SAVC ഷോർട്ട് റൺ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ P ഈസ് ഈക്വൽ ടു ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഷോർട്ട് റണ്ണിലെ ആവറേജ് വേരിയബിൾ കോസ്റ്റിന് തുല്യമായിരിക്കണം. നെക്സ്റ്റ്, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് റെഗുലേറ്റ്സ് ദ മണി സപ്ലൈ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? RBI ആണല്ലേ. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, ഇഫ് കൺസ്യൂമേഴ്സ് ഇൻകം ഇൻക്രീസസ് ഡിമാൻഡ് ഫോർ ഇൻഫീരിയർ ഗുഡ്. ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ്ലി റിലേറ്റഡ് ടു ഇൻകം ആണല്ലേ. അപ്പോൾ കൺസ്യൂമറുടെ ഇൻകം വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ആണല്ലേ. ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻഫീരിയർ ഗുഡിന് നെഗറ്റീവ്ലി റിലേറ്റഡ് ആയതുകൊണ്ടാണ്. അടുത്ത ഇപ്പം മലയാളത്തിലുള്ളവർ അതേപോലെ ഓപ്ഷൻസ് നോക്കുക. രണ്ടും കൂടെ പറയുമ്പോൾ നമുക്ക് ടൈം കുറേ ആകും. അതുകൊണ്ടാണ് കേട്ടോ. ഇനി റേഷ്യോ ഓഫ് നോമിനൽ GDP ടു റിയൽ GDP എന്താണ്? ക്യാപിറ്റൽ GDP ബൈ സ്മോൾ GDP എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? GDP ഡിഫ്ലേറ്റർ ആണ് അല്ലേ. നെക്സ്റ്റ്, ദ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഈസ് മോർ ദാൻ ഇമ്പോർട്ട് ഓഫ് ഗുഡ്. എക്സ്പോർട്ട് കൂടുതലും ഇമ്പോർട്ട് കുറവുമാകുമ്പോൾ ബാലൻസ് ഓഫ് ട്രേഡ് വിൽ ബി സർപ്ലസ്, ഗ്രേറ്റർ ആയിരിക്കും അല്ലേ. ഇനി ദ യു ഷേപ്പ് ഓഫ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഈസ് ഡ്യൂ ടു. LAVCയുടെ യു ഷേപ്പ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്താണ് കാരണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്? ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് അല്ലേ. റിട്ടേൺസ് ടു സ്കെയിൽ കാരണമാണ് യു ഷേപ്പ് വരുന്നത്. ദെൻ അടുത്തത്, വെൻ ഔട്ട്പുട്ട് ഈസ് 0 TVC. ഔട്ട്പുട്ട് 0 ആകുമ്പോൾ TVC എന്തായിരിക്കും? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഓൾസോ 0 ആണല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് മാറുന്നതനുസരിച്ച് ആണ് എന്ത് വരുന്നത്? TVC മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ TVC 0 ആയിരിക്കും. അപ്പോൾ 10 എണ്ണത്തിൽ 8 എണ്ണമാണ് എഴുതേണ്ടത്. അപ്പോൾ നന്നായി അറിയുന്ന 8 എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്യും. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചോയ്സ് ഉണ്ട് അല്ലേ. ചോയ്സ് തരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഈസി ഏതാണോ എന്നുള്ളത് കൂൾ ഓഫ് ടൈമിൽ മാർക്ക് ചെയ്ത് വെക്കണം. അതിന് ശേഷം വേണം എഴുതി തുടങ്ങാൻ കേട്ടോ. ഇനി അടുത്തത്, വാട്ട് ഈസ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്? ഗീവ് വൺ എക്സാമ്പിൾ. ഇൻ്റർമീഡിയറ്റ് ഗുഡ് എന്താണ്? ദ ഗുഡ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് അതർ ഗുഡ്സ്. മറ്റ് സാധനങ്ങളുടെ ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്, അന്തരാള ഉൽപ്പന്നങ്ങൾ എന്ന് വിളിക്കുന്നത് അല്ലേ. ഉദാഹരണം എന്താണ്? എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത് ഏതാണ്? വീറ്റ് ആണല്ലേ. വീറ്റ് എന്തിനു ഉപയോഗിക്കാം? ചപ്പാത്തി, ബ്രെഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ വീറ്റ് ഫോർ മേക്കിംഗ് ചപ്പാത്തീസ് ഓർ ബ്രെഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് എന്താണ്? ക്യാഷ് റിസർവ് റേഷ്യോ ഓഫ് ആൻ ഇക്കോണമി ഈസ്
25. 25 എന്ന് പറഞ്ഞാൽ 25% എന്ന് പറഞ്ഞാൽ എന്താണ് 0.25. ഫൈൻഡ് ദ വാല്യൂ ഓഫ് മണി മൾട്ടിപ്ലയർ. എന്താണ് CRRും അതേപോലെ മണി മൾട്ടിപ്ലയറും നമ്മുടെ ഇതും തമ്മിലുള്ള റിലേഷൻ എന്താണ്? മണി മൾട്ടിപ്ലയർ CRR എന്ന് പറയുന്നത് 1/CRR ആണ്. മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് 1/CRR ആണ് അല്ലേ? അപ്പോൾ 1/CRR എന്ന് പറയുമ്പോൾ എന്താണ്? 1 ഡിവൈഡഡ് ബൈ 0.25. 1 ഡിവൈഡഡ് ബൈ 0.25 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? മണി മൾട്ടിപ്ലയർ ഈസ് 4 എന്നാണ് വരിക അല്ലേ? ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് നോക്കാം. റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്സ്. ഇൻഡിഫറൻസ് കർവ്സിൻ്റെ 2 ഫീച്ചറുകളാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 4 ഫീച്ചറുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒന്ന് കോൺവെക്സ് ടു ഒറിജിൻ, രണ്ടാമത്തേത് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ബാക്കി 4 നമുക്കറിയാവുന്നതാണ്, ബാക്കി 2 കൂടെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 14th question, QD is equal to 50 minus 2P, QS is equal to 10 plus 2P. ഫൈൻഡ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? QD ഈസ് ഈക്വൽ ടു QS എന്ന് കൊടുക്കുക, രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് വരിക? 50 മൈനസ് 2P ഈസ് ഈക്വൽ ടു 10 പ്ലസ് 2P. ഇതിനെ അറേഞ്ച് ചെയ്താൽ എന്താണ് കിട്ടുക? വാല്യൂസൊക്കെ ഒരു വശത്തേക്കും പികളൊക്കെ ഒരു വശത്തേക്കും കൊണ്ടുപോയാൽ നമുക്ക് കിട്ടുന്നത് 4P ഈസ് ഈക്വൽ ടു 40 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ദർഫോർ P ഈസ് ഈക്വൽ ടു എന്താണ്? 40 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. 40 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ രണ്ടാമത്തെ QS കാണണം. QS കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിലേതെങ്കിലും ഒരു ഇക്വേഷനിലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ QS ഈസ് ഈക്വൽ ടു 10 50 മൈനസ് 2P കൊടുത്താൽ മതി അല്ലേ? 50 മൈനസ് 2P അല്ലെ? QD ഈസ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷനിൽ കൊടുത്താൽ കിട്ടി. അപ്പോൾ എന്താണ്? 50 മൈനസ് 2P എന്ന് പറയുമ്പോൾ എത്രയാ? 50 മൈനസ് 2 ഇൻറ്റു 10. അപ്പോൾ 50 മൈനസ് 20 എന്ന് കിട്ടും. അപ്പോൾ എത്രയാണ്? QS 30. അപ്പോൾ എന്നാൽ ഇക്വിലിബ്രിയം പ്രൈസ് P star is equal to 40. P star is equal to 10 and Q star is equal to 30 എന്ന് കിട്ടി. ഇങ്ങനെ കണ്ടുപിടിച്ച് വെക്കുവാണ് വേണ്ടത്. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ഡൗൺ എനി 2 ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ്. ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ഏതെങ്കിലും 2 ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചാണ്. 2 മാർക്കിനാകുമ്പോൾ 2 എഴുതിയാൽ മതി. 3 മാർക്കിന് വരുന്നതാണെങ്കിൽ നമ്മൾ 3 ഒബ്ജക്റ്റീവ്സ് അങ്ങനെയാണ് പോയിന്റുകൾ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ 2 ഒബ്ജക്റ്റീവ്സ് എന്താണ്? എത്ര ഒബ്ജക്റ്റീവ്സ് നമ്മൾ പഠിക്കേണ്ടത്? 3 ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഓൾറെഡി പഠിക്കേണ്ടത്. അലോക്കേഷനും പിന്നെന്താണ്? അലോക്കേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇക്കണോമിക് സ്റ്റെബിലിറ്റി അല്ലേ? അപ്പോൾ ഇക്കണോമിക് ഗ്രോത്ത്, ഇക്കണോമിക് സ്റ്റെബിലിറ്റി, അങ്ങനെ കുറേ ഫങ്ഷൻസ്, കുറേ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതിൽ നമ്മൾ ആ ഒരു ഫങ്ഷൻ വൈസ് അലോക്കേഷൻ ഒബ്ജക്റ്റീവ്, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ, വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഇക്കണോമിക് സ്റ്റെബിലിറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇക്കണോമിക് സ്റ്റെബിലിറ്റി, അങ്ങനെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, ഇനി 16th ക്വസ്റ്റ്യനാണ്. കണ്ടില്ലേ? റൈറ്റ് ഡൗൺ 3 സ്റ്റേജസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ റിട്ടേൺസ് ടു സ്കെയിൽ എന്താണ്? ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആൻഡ് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ ഏതൊക്കെയാണ്? IRS, CRS ആൻഡ് DRS. എൻ്റെ പോയിന്റുകൾ എക്സ്പാൻഡ് ചെയ്ത് അങ്ങ് എഴുതിയാൽ മതി. ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ, ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഓക്കെ, ലിസ്റ്റ് ഔട്ട് എനി 3 ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൻ്റെ 3 ഫീച്ചറുകളാണ്. ഇപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഏതാണ്ട് 9 ഫീച്ചറുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഡെഫിനിഷൻ അറിയാവുന്നവർക്ക് തന്നെ ഈസി ആയിട്ട് എഴുതാം. എന്താണ് പെർഫെക്റ്റ്? ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്,
homogeneous product, uniform price. Okay, free entry and exit, no government control, no transportation cost, no selling cost. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇഷ്ടമുള്ള 3 നമ്മൾ എഴുതാവുന്നതാണ്. നെക്സ്റ്റ് 18th ക്വസ്റ്റ്യൻ കാണാം. ജോമോൻ വാണ്ട്സ് ടു ബൈ റൈസ് ആൻഡ് വീറ്റ്. റൈസിന് ഗുഡ് 1ഉം റൈസ് വീറ്റ് ഗുഡ് 2ഉമാണ് അല്ലേ. റൈസ് ആൻഡ് വീറ്റ് വിത്ത് മണി ഇൻകം ഓഫ് 120 rupees. അപ്പോൾ എം എന്താണ്? എം 120 ആണ്. മാർക്കറ്റ് പ്രൈസസ് ആർ വീറ്റ് റൈസിന് 15 എന്ന് വെച്ചാൽ എന്താണ്? P1 15, P2 20 അല്ലേ. വീറ്റിൻ്റെ വില 20. ഫൈൻഡ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആൻഡ് സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ M/P1 ആണ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. M/P1 HI ഈസ് ഈക്വൽ ടു M/P1 എന്നാണ് അല്ലേ. അപ്പോൾ എന്താണ് വരിക? M 120/15 എന്ന് വരും അല്ലേ. അപ്പോൾ 120/15 എത്രയാണ്? 8 എന്ന് കിട്ടും. ഇനി വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാം അല്ലേ. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്താണ്? VI ഈസ് ഈക്വൽ ടു M/P2 ആണ് അല്ലേ. M/P2 എന്ന് പറയുമ്പോൾ 120 ഡിവൈഡഡ് ബൈ 20. അപ്പോൾ 120 ഡിവൈഡഡ് ബൈ 20 എത്രയാണ്? 5. അല്ല 6 അല്ലേ. 6 ആണ് വരിക. അപ്പോൾ എന്താണ്? ബഡ്ജറ്റ് ലൈനും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ബഡ്ജറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് -P1/P2 ആണല്ലേ. അപ്പോൾ -P1/P2 എന്ന് പറയുന്നത് എന്താണ്? 8/6. -8/6. ഓക്കെ. Next, write down 3 limitations of gross domestic product as an indicator of welfare. വെൽഫെയറിൻ്റെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് GDP cannot be taken as a indicator of welfare എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാരണം? ഇൻഡിക്കേറ്റർ ഓഫ് വെൽഫെയർ അല്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഒരു ചെറിയൊരു മാറ്റം നമുക്കൊന്ന് പോയി. അതായത് -P1/P2 ആണ്. -P1/P2 എന്ന് പറയുന്നത് 15/20 ആണ് അല്ലേ. 15/20 എന്ന് പറയുന്നത് എത്രയാണ്? 0.75. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായില്ല. സോ ഇനി റൈറ്റ് ഡൗൺ 3 ലിമിറ്റേഷൻസ് ഓഫ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ 2 ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? 3 ലിമിറ്റേഷൻസ് ആണ് ചോദിച്ചല്ലേ. 3 ലിമിറ്റേഷൻ എന്താണ്? അതായത് GDP does not consider the inequality in distribution of income. അതായത് GDP and distribution of income എന്നാണ്. inequality in distribution of income ഒന്നാമത്തെ ഡിമെറിറ്റ് ആണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഏതാണ് വരുന്നത്? GDP ആൻഡ് ഹാംഫുൾ പ്രോഡക്റ്റ് ആണ് അല്ലേ. അതായത് ഹാംഫുൾ പ്രോഡക്റ്റിൻ്റെ എല്ലാ കമോഡിറ്റി GDP increases what type of the use of commodity increases, or what type of goods money increase in the money value of all final goods ആണ്. അത് നമ്മുടെ എന്താണ്? മയക്കുമരുന്നായാലും മദ്യമായാലും അതിൻ്റെയൊക്കെ ഇൻക്രീസിൽ വരുന്നത് GDP ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുക അല്ലേ. അപ്പോൾ എന്താണ്? അത് ഒരിക്കലും നമുക്ക് എന്താണ്? ഹാംഫുൾ ഇഫ് ദ ഔട്ട്പുട്ട് ഓഫ് ഹാംഫുൾ പ്രോഡക്ട്സ് ഓർ increase in the if increase in the value of harmful product increases GDP, it is not an indicator of increase in the welfare. So we can use GDP as a good indicator. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? GDP does not consider some of the non-monetary activities. Non-monetary activities അല്ലെ എക്സ്ചേഞ്ചസ് എന്താണ്? വീട്ടിൽ അമ്മയൊക്കെ പണി ചെയ്യുന്നതൊന്നും എന്താണ്? ഹൗസ് വൈഫ് പോലുള്ള ആൾക്കാരുടെ ഒന്നും
എന്താണ് വർക്കുകളൊന്നും തന്നെ GDP കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വേറെ ഒരെണ്ണം എന്താണ് എക്സ്റ്റേണാലിറ്റി. GDP ഡസ് നോട്ട് കൺസിഡർ എക്സ്റ്റേണാലിറ്റി. ഇപ്പോൾ 4 പോയിന്റുകളുണ്ട്. അപ്പോൾ ഏത് പോയിന്റുകളാണോ നിങ്ങൾക്ക് എഴുതാൻ എളുപ്പം? ഒന്ന് GDP ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ് എഴുതാം, അല്ലെങ്കിൽ GDP ആൻഡ് ഹാംഫുൾ പ്രോഡക്റ്റ് എഴുതാം, അതല്ലെങ്കിൽ പിന്നെ എന്താണ് എക്സ്റ്റേണാലിറ്റി. അപ്പോൾ 3 എണ്ണമായി. പിന്നെ ആദ്യത്തേതിൻ്റെ കൂടെ നമ്മൾ GDP ഫസ്റ്റ് പോയിന്റ് എന്തായാലും അതേപോലെ എഴുതുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടാനുള്ള എളുപ്പം. അപ്പോൾ GDP ആൻഡ് ഇനീക്വാളിറ്റി അത് മറക്കാതെ എഴുതുക. അപ്പോൾ ലിസ്റ്റ് ഔട്ട് 3 ways in which economy makes economic relations with other economy. അതായത് ഓപ്പൺ ഇക്കോണമിയുടെ ലിങ്കേജസ് ആണ് അല്ലേ. ഏതൊക്കെ ലിങ്കേജ് ആണുള്ളത്? പ്രോഡക്റ്റ് മാർക്കറ്റ് ലിങ്കേജ് ഉണ്ട്, ഫിനാൻഷ്യൽ മാർക്കറ്റ് ലിങ്കേജ് ഉണ്ട്, അതേപോലെ എന്താണ് മൂന്നാമത്തെ ലിങ്കേജ് ഏതാണ്? ഫാക്ടർ മാർക്കറ്റ് ലിങ്കേജ് അല്ലേ. ഫാക്ടർ മാർക്കറ്റ് ലിങ്കേജ്. അപ്പോൾ പ്രൊഡക്റ്റ് മാർക്കറ്റ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ കൺട്രീസ് പ്രോഡക്റ്റുകൾ കൈമാറുന്നു. ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ഇൻ ബിറ്റ്വീൻ കൺട്രീസ് നടക്കുന്നതാണ്. മൂന്നാമത്തെ ഫാക്ടർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ചെറുതായിട്ട് മാത്രം പറഞ്ഞു പോകുന്നത്. നിങ്ങൾ കൂടുതൽ ഡൗട്ടുള്ളത് ക്ലാസ്സിൽ പോയി കാണുക കേട്ടോ. വീഡിയോ എല്ലാ പാർട്ടുകളും നമ്മൾ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കൊടുത്തതിന് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി എക്സ്പ്ലെയിൻ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ 2-sector ഇക്കോണമി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഉള്ളത് തന്നെയാണ് അല്ലേ. അപ്പോൾ 2 സെക്ടറുകൾ, ഹൗസ് ഹോൾഡ് സെക്ടറും ബിസിനസ് സെക്ടറും, 2 ഫ്ലോ, മണി ഫ്ലോയും എന്താണ് റിയൽ ഫ്ലോയും അല്ലേ. 2 മാർക്കറ്റുകൾ ഏതൊക്കെയാണ്? കമോഡിറ്റി മാർക്കറ്റും ഫൈനാൻഷ്യൽ മണി മാർക്കറ്റും അല്ലേ. മണി മാർക്കറ്റും ഇങ്ങനെ 3 ഈ 3 എണ്ണം എഴുതണം. നമ്മുടെ സെക്ടർ വൈസുള്ള ആ ഒരു ആരോ മാർക്കും മാറിപ്പോകാതെ എഴുതണം. ഓക്കെ. അപ്പോൾ അത് ക്ലാസ്സിൽ കണ്ടിരുന്ന് ഒന്നുകൂടെ പഠിച്ച് ഓർമ്മയിൽ വരുത്തുക. നെക്സ്റ്റ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ എമർജൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലാസ്സിൽ തന്നതാണ്. അതായത് മാക്രോ ഇക്കണോമിക്സ് എങ്ങനെയുണ്ടായി എന്നുള്ളത്. മാക്രോ ഇക്കണോമിക്സ് എന്താണ് ബിഫോർ ഒറിജിനേറ്റഡ് വിത്ത് ദ പബ്ലിക്കേഷൻ ഓഫ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി ബൈ കെയ്നിസ് ഇൻ 1936 അല്ലേ. അതിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് ഗ്രേറ്റ് ഡിപ്രഷൻ കോസ്റ്റ് ഫോർ ഷോവ്ഡ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ക്ലാസിക്കൽ തിയറി ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അതവിടെ പോയി ക്ലാസ് കണ്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കാം. മറക്കാതെ പഠിക്കേണ്ട പാഠഭാഗങ്ങളാണ് അതൊക്കെ. അപ്പോൾ നെക്സ്റ്റ് കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷോർട്ട് നോട്ട് ഓൺ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്? ആദ്യം എക്സ്ചേഞ്ച് റേറ്റ് എന്താണെന്ന് എഴുതണം. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഇൻ വിച്ച് ഡിമാൻഡ് ഫോർ ആൻഡ് സപ്ലൈ ഓഫ് മണി, ഫോറിൻ മണി ഡിറ്റർമിൻസ് ആണ് അല്ലേ. അപ്പോൾ ഡിമാൻഡ് ഫോർ ഫോറിൻ മണിയും സപ്ലൈ ഓഫ് ഫോറിൻ മണിയും കൂടെ ഇതാണ് ഡയഗ്രാം. ഈ ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് പോയി ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ എക്സ്പ്ലെയിൻ പ്രൈസ് സീലിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം. എല്ലാം ഡയഗ്രാം വരച്ചിട്ട് തന്നെ പറയുന്നുണ്ട്, സ്പെഷ്യലായിട്ട് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ സീലിംഗ് ഓഫ് പ്രൈസ് സീലിംഗ് എന്താണ്? പ്രൈസ് സീലിംഗ് ആരുടെ ഇതിനു വേണ്ടിയാണ്? കൺസ്യൂമറുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയല്ലേ. ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്ന മണി ഇക്വിലിബ്രിയം മണി ഇതിനെ പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസാണ് അല്ലേ. അപ്പോൾ സപ്ലൈ, ഡിമാൻഡ്, ഇക്വിലിബ്രിയം പ്രൈസ്. അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസ് P സ്റ്റാർ എന്ന് മാർക്ക് ചെയ്യണം. അതിൻ്റെ താഴെ എന്താണ്? PC. പ്രൈസ് സീലിങ്ങിനെ PC എന്നാണ് മാർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ PC മാർക്ക് ചെയ്യാം. PC വരുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? എക്സസ് ഡിമാൻഡാണ് ഇക്കോണമിയിൽ ഉണ്ടാവുന്നത് അല്ലേ. അതും മാർക്ക് ചെയ്ത് കാണിക്കുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് കണ്ട് പഠിക്കുക. ഇനി മാർക്കറ്റ് ഇക്കോണമി ആൻഡ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ഫസ്റ്റ് ചാപ്റ്ററിലതാണ് അല്ലേ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മാർക്കറ്റ് ഇക്കോണമി. മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റലിസം ആണ്. അതായത് ആൻ ഇക്കോണമി ഇൻ വിച്ച് all factors of production are owned and operated by private individuals അല്ലേ.
It works on the basis of price mechanism or market forces. ഇനി എന്താണ് ഇതിൻ്റെ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി എന്ന് പറയുന്നതാണ്. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് സോഷ്യലിസം. ആൻഡ് ഇൻ സെൻട്രലി ഇറ്റ് ഈസ് ദ ഇക്കോണമി in which all factors of production are owned and operated by government. Public sector ആണ് ഉള്ളത്. And decisions are taken by central planning authority of the country. ഡിസ്റ്റിങ്ഷനും ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പഠിക്കുക. അടുത്തത് 26th ക്വസ്റ്റ്യൻ, ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. ഇതും നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞ കാര്യം തന്നെയാണ്. ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിഫറൻസ് മാപ്പും ബഡ്ജറ്റ് ലൈനും വരച്ചിട്ട് നമ്മൾ കാണിക്കുന്ന ആ ഒരു ഡയഗ്രാം. അപ്പോൾ സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ ഈക്വൽസ് സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് വരുന്ന ആ ഒരു പോയിന്റിനെയാണ് ഇക്വിലിബ്രിയമായിട്ട് എടുക്കുന്നത് അല്ലേ. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുക. പിന്നെ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ 27th ക്വസ്റ്റ്യനിൽ വരുന്നത് ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഗവൺമെൻറ് ബഡ്ജറ്റിന് 2 പാർട്ടുകളാണുള്ളത്. ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ബഡ്ജറ്റും റവന്യൂ ബഡ്ജറ്റും ആണല്ലേ. റവന്യൂ ബഡ്ജറ്റിനെ എന്തായിട്ടാണ് 2ആയിട്ട് വീണ്ടും തിരിച്ചിട്ടുണ്ട്. എന്താണ്? റവന്യൂ റെസിപ്റ്റും റവന്യൂ എക്സ്പെൻഡിച്ചറുമാണ് അല്ലേ. നെക്സ്റ്റ് ആരോയിൽ വരേണ്ടത് അല്ലെ ബോക്സിൽ വരേണ്ടത് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇവിടെ റവന്യൂ റെസിപ്റ്റ് ഏതൊക്കെയാണ്? 2 ഭാഗത്തു നിന്നാണ് വരുന്നത്. ഏതൊക്കെയാണ്? ടാക്സ് റവന്യൂവും രണ്ടാമത്തേത് നോൺ ടാക്സ് റവന്യൂമാണ് അല്ലേ. നോൺ ടാക്സ് റവന്യൂമാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിന് 2 പാർട്ടുകളാണുള്ളത്. ഒന്നാമത്തെ ബോക്സിൽ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് വേണ്ടത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പോൾ ഇത് ഫില്ല് ചെയ്യുമ്പോഴത്തേനും നമുക്ക് എന്താണ് മാർക്കായി. 28th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഷോർട്ട് ടേം ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഇതും ഇന്നലത്തെ എക്സാമിന് 24ൽ വന്ന അതിൻ്റെ റിപ്പീറ്റേഷനാണ് അല്ലേ. എല്ലാം ക്വസ്റ്റ്യൻസ് പലതും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത് വെറുതെ ആയിരുന്നില്ല ക്ലാസ്സിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ എക്സ്പ്ലെയിൻ ദ ഷോർട്ട് ടേം ഇക്വിലിബ്രിയം കണ്ടീഷൻ ഫോർ പ്രോഫിറ്റ് മാക്സിമൈസിങ് ഫേം. അപ്പോൾ എന്താണ് അതിൻ്റെ 3 കണ്ടീഷൻസ് എന്ന് പറയുന്നത്? ഒന്നാമത്തെ കണ്ടീഷൻ MCC = MR ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? MC നോൺ ഡിക്രീസിങ് ആയിരിക്കണം അല്ലേ. മൂന്നാമത്തെ കണ്ടീഷൻ ഏതാണ് വന്നത്? P ≥ SAVC in short run and P ≥ LRAC അല്ലേ. LRAC in long run. അപ്പോൾ ഇതാണ് 3 കണ്ടീഷൻസ്. ഡയഗ്രാം വരച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ മാർക്കറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ വരുന്ന എന്താണ് നോർമൽ പ്രോഫിറ്റ് വരുന്ന കണ്ടീഷനിലുള്ള ഡയഗ്രമാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം വരച്ചത് വേണം നമ്മൾ കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ എന്താണ് ഇത്? SAC, ഇത് SMC, P = AR = MR എന്നുള്ള പോയിന്റ്. അപ്പോൾ ഈക്വിലിബ്രിയം ഫിക്സ് ചെയ്യപ്പെടുന്നത് ഇവിടെയാണ് അല്ലേ. MCC = MR ഈക്വിലിബ്രിയം. അത് നേരെ താഴോട്ട് വരയ്ക്കുക. അപ്പോൾ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതാണ് അബ്നോർമൽ പ്രോഫിറ്റ് കണ്ടീഷനും കൂടെ വെച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തെടുത്തിട്ട് പറയാം. നെക്സ്റ്റ് നമുക്ക് ഈ ഇലാസ്റ്റിസിറ്റി കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു മീൻ ബൈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അല്ലേ. എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? ഇലാസ്റ്റിസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ degree of responsiveness in the quantity demanded of a commodity as a result of change in its price. പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് സാധനത്തിൻ്റെ ചോദനത്തിൽ വരുന്ന മാറ്റത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ തന്നത് എന്താണ്? പൊട്ടറ്റോയുടെ പ്രൈസ് 100 rupees നിന്ന് 75 rupees ആയിട്ട് കുറയുന്നു. അപ്പോൾ P എന്ന് പറയുന്നത് എന്താണ്? P = 100. ഡെൽറ്റ P എന്ന് പറയുന്നത് 25 അല്ലേ. അപ്പോൾ ആസ് എ റിസൾട്ട് ഡിമാൻഡ് ഇൻക്രീസസ് ഫ്രം
10 to 15. അപ്പോൾ Q എന്താണ്? Q 10 ആണ്. ഡെൽറ്റ Q എന്ത് വരും? 5 വരും അല്ലേ? അതായത് 15 മൈനസ് 10. ഇനി എന്താണ് നമ്മുടെ ഫോർമുല വരുന്നത്? ഫോർമുല എന്ന് പറയുന്നത് EP ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡെൽറ്റ Q ബൈ ഡെൽറ്റ P ഇൻറ്റു P ബൈ Q ആണ്. അപ്പോൾ ഇതെന്താ എങ്ങനെയാണ് വരിക? നമുക്കിതിന് എഴുതേണ്ടത് എങ്ങനെയാണ്? ഡെൽറ്റ Q എന്ന് പറയുന്നത് 5 ഡിവൈഡഡ് ബൈ ഡെൽറ്റ P 25 ഇൻറ്റു P 100 ആണ് അല്ലേ? 100 ബൈ Q 10 ആണ്. അപ്പോൾ ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇങ്ങനെയാണ് കട്ട് ചെയ്ത് വരിക. 5ഉം 10ഉം പോയാൽ ഇവിടെ 2, 25 പോയി ഇവിടെ 4. അപ്പോൾ 4/2 എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബേസ്ഡ് ഓൺ ദ എബവ് ഇൻഫർമേഷൻ കമൻറ്റ് ഓൺ ദ. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ ABC സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കണം. സബ് ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് മാർക്ക് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ എത്രയാണ് വരുന്നത്? ഇതിൽ 2 ആണ് അല്ലേ? 2 എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോഴെന്താണ്? ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് മോർ ഇലാസ്റ്റിക് ആണ് അല്ലേ? മോർ ഇലാസ്റ്റിക് ഡിമാൻഡാണ്. ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് മോർ ഇലാസ്റ്റിക് അഥവാ ഇലാസ്റ്റിക് ഡിമാൻഡാണെന്ന് കൺക്ലൂഡ് ചെയ്യണം. ഇനി 30th ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആൻഡ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. അപ്പോൾ എന്താണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു MPC ഈസ് ദ റേഷ്യോ ഓഫ് എന്താണ് ചേഞ്ച് ഇൻ കൺസംഷൻ ടു ചേഞ്ച് ഇൻ ഇൻകം ആണ് അല്ലേ? MPC എന്ന് പറയുന്നത് എന്താണ്? റേഷ്യോ ഓഫ്. അപ്പോൾ ഡെൽറ്റ C ബൈ ഡെൽറ്റ Y ആണ്. അതേസമയം MPS എന്ന് പറയുന്നത് എന്താണ്? MPS ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ സേവിങ് ടു ചേഞ്ച് ഇൻ ഇൻകം ആണ് അല്ലേ? അപ്പോൾ MPS ഈസ് ഈക്വൽ ടു ഡെൽറ്റ S ബൈ ഡെൽറ്റ Y ആണ് അല്ലേ? അപ്പോൾ ഇൻ ഇക്കോണമി MPC 6.6 ഫൈൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലെയർ എന്നാണ് വന്നിരിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലെയർ കാണാനുള്ള ഫോർമുല എന്താണ്? K ഈസ് ഈക്വൽ ടു 1/1 മൈനസ് MPC ആണ് അല്ലേ? 1 മൈനസ് MPC എന്ന് പറയുന്നതിന് പകരം 1/1 മൈനസ് C എന്ന് എഴുതിയാലും മതി. അപ്പോൾ എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.6 എന്ന് കൊടുക്കണം. അപ്പോൾ എന്താണ് വരിക? 1/1 മൈനസ് 0.6 എന്ന് പറയുമ്പോൾ 0.4. 1/0.4 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 1/0.4 കിട്ടുന്നത് 2.5 കിട്ടും അല്ലേ? 2.5 ആണ് ഇൻകം വരും. അത് നമുക്ക് ഇവിടെ ക്രോസ് ഒന്നും തന്നിട്ടില്ല. ഒരു സപ്പോസ് ഇറ്റ് ഈസ് ഇൻ റുപ്പീസ് 2.5 crore ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് 31ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് essay ക്വസ്റ്റ്യൻ ആണ് അല്ലേ? 3 എസ്സേകളാണ് ഉണ്ടാവുക. അതിൽ നമ്മൾ 2 എണ്ണം എന്തായാലും എഴുതേണ്ടതാണ്. 8 മാർക്കിൻ്റെ essay ആണ്. അതുകൊണ്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇതിൽ 2 എണ്ണത്തിൽ നമുക്ക് സബ് ക്വസ്റ്റ്യൻസ് ഇല്ല. 3ാമത്തേന് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ എക്സ്പ്ലെയിൻ 3 മെത്തേഡ്സ് ഓഫ് മെഷറിങ് GDP. ഏതൊക്കെയാണ് GDP മെഷർ ചെയ്യാനുള്ളത്? പ്രൊഡക്റ്റ് മെത്തേഡ്, രണ്ടാമത്തേത് ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എല്ലാ മെത്തേഡുകളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു വെച്ചതാണ് അല്ലേ? എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഈ 3 മെത്തേഡുകളും വിശദീകരിച്ച ക്ലാസ് കണ്ട് നന്നായിട്ട് പഠിക്കാം. അടുത്തത് ഡിസ്ക്രൈബ് മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ്. മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻറ്റ്സിനെ 2ആയിട്ടാണ് തിരിച്ചത് അല്ലേ? ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്. രണ്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ആണുള്ളത്, ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിൽ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്? വേരിയബിൾ റിസർവ് റേഷ്യോസ്, അതേപോലെ ബാങ്ക് റേറ്റ്, വേരിയബിൾ റിസർവ് റേഷ്യോ. വേരിയബിൾ റിസർവ് റേഷ്യോ എന്ന് പറയുമ്പോൾ CRRഉം SLRഉം വരും അല്ലേ? ബാങ്ക് റേറ്റ്, പിന്നെ CRR ആൻഡ് SLR. CRR ആൻഡ് SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, പിന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഇതാണ് ഈ 3 എണ്ണമാണ് എന്തിൽ വരുന്നത്? ക്വാണ്ടിറ്റേറ്റീവിൽ വരുന്നത്. ക്വാളിറ്റേറ്റീവിൽ നമ്മൾ എന്താണ്? മോറൽ സ്വേഷൻ, പിന്നെ ഡയറക്റ്റീവ്സ്, പിന്നെ നമുക്കെന്താണ് അടുത്തതായിട്ട് പറയാനുള്ളത്? മോറൽ സ്വേഷൻ പ്രേരണയാണ് അല്ലേ? പിന്നെ ഡയറക്റ്റ് ആക്ഷൻസ്.
ഡയറക്റ്റ് ആക്ഷൻസ്. അപ്പോൾ ആദ്യം നിർദ്ദേശിക്കും, പിന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, ഉപദേശിക്കും, പിന്നെ ഡയറക്റ്റ് ആക്ഷനിലേക്ക് പോകും. 3 ക്വാളിറ്റേറ്റീവ് മെഷേഴ്സും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 3 കാണുക. ഇനിയുള്ളത് നമ്മളെന്നും പറയുന്ന ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടാണ്. അതായത് ഏതാണ്? കോസ്റ്റ് ഫില്ല് ചെയ്യാനുള്ള ടേബിളാണ് അല്ലേ. അപ്പോൾ കോസ്റ്റ് ഫില്ല് ചെയ്യാനുള്ള ടേബിൾ നോക്കാം. എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്? ക്യൂ തന്നിട്ടുണ്ട്, TFC തന്നിട്ടുണ്ട് അല്ലേ, ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, ടോട്ടൽ കോസ്റ്റ് TC തന്നിട്ടുണ്ട്. TVC ആണ് ആദ്യം ഫില്ല് ചെയ്യേണ്ടത്. TVC എന്ന് പറയുന്നത് എന്താണ്? TCയുടെയും TFCയുടെയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ. 70 - 70 എന്ന് പറയുമ്പോൾ 0 ആണ് അല്ലേ. 0 ഔട്ട്പുട്ടിൽ 0 ആയിരിക്കും TVC എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അടുത്തത് 100 - 70 30 എന്ന് കിട്ടും. 110 - 70 എത്രയാണ് വരിക? 40 വരും. പിന്നെ അടുത്തത് വരുന്നത് എത്രയാണ്? 115 അല്ലേ, പോയിന്റ് -70. അപ്പോൾ അത് എത്രയാണ്? 15 - 17 എന്ന് പറയുമ്പോൾ 45 വരണം. അടുത്തത് 25, 125 - 70 അതെത്രയാണ്? 55. ദെൻ 145 - 70 ആണ്. അപ്പോൾ എത്രയാണ്? 75 അല്ലേ. നെക്സ്റ്റ് 180 - 70 ആണ്. 180 - 70 എന്ന് പറയുമ്പോൾ എത്രയാണ്? 110 വരും. 250 - 70 180. ഓക്കെ. ഇനി ഇതിൻ്റെ ആവറേജ് കോസ്റ്റ് AC ആണ് കാണേണ്ടത്. AC എന്ന് പറയുന്നത് എന്താണ്? TC/Q ആണ് അല്ലേ. TC/ ടോട്ടൽ കോസ്റ്റ് ഉണ്ടോ? TC/Q ആണ് AC എന്ന് പറയുന്നത്. TC/Q എന്ന് പറയുമ്പോൾ 70/0 നമുക്ക് ഡാഷ് ഇടാം. പിന്നെ എന്താണ്? 100/1 100 എന്ന് കിട്ടും അല്ലേ. പിന്നെ 110/2 55 വരും അല്ലേ. പിന്നെ 115/3 ആണ്. 115/3 എന്ന് പറയുമ്പോൾ എത്ര വരാം? രണ്ടാമത്തേത് 38.3 എന്ന് വരും അല്ലേ. പിന്നെ 125 എന്ന് പറയുമ്പോൾ 30. അടുത്തത് 125 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 31.25 31.25 എന്ന് കിട്ടും. പിന്നെ 145 ഡിവൈഡഡ് ബൈ 5 ആണ്. 145 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 29 വരും. പിന്നെ എന്താണ്? 180/6 ആണ്, അത് 30 വരും. നെക്സ്റ്റ് 35 പോയിന്റ്, അതായത് 250/7 എന്ന് പറയുമ്പോൾ 35.7 കിട്ടും. അപ്പോൾ ഇനി AFC ആണ്. AFC എന്ന് പറയുന്നത് എന്താണ്? AFC എന്ന് പറയുന്നത് TFC/Q ആണ് അല്ലേ. TFC/Q ആണ്. അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ ഓരോ 1 2 3 അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ എന്തുവരും? 70/0 എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ 70/1 70, 70/2 35, 70/3 എത്രയാണ്? 23.3 ആണ്. നെക്സ്റ്റ് 70/4 എന്ന് പറയുന്നത് 17.5 എന്ന് കിട്ടും. പിന്നെ 70/5 എന്ന് പറയുമ്പോൾ 14. നെക്സ്റ്റ് 70/6 11.7. ദെൻ 70/7 അപ്പോൾ എത്രയാണ്? 10. അപ്പോൾ AFCൻ്റെ പ്രത്യേകത നമുക്കറിയാം, കുറഞ്ഞു വരും അല്ലേ. അപ്പോൾ ഇനി ABC ആണ്. ABC എന്ന് പറയുമ്പോൾ എന്താണ്? TVC/Q ആണ് അല്ലേ. TVC/Q എങ്ങനെയാണോ? ഈ നമ്മൾ കണ്ടുപിടിച്ച TVCയെ Q കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താണ്? ഫസ്റ്റ് ഡാഷ് ഇടാം. അപ്പോൾ നെക്സ്റ്റ് എന്താണ്? 30/1 എന്താണ്? 30 ആണ് അല്ലേ. 70/2 എന്ന് പറയുമ്പോൾ 35. പിന്നെ 30/1 30. ദെൻ 20/2 40/2 എന്ന് പറയുന്നത് 20 അല്ലേ.
40 ആണ്. ഞാൻ 70 TFC കോൾ എടുത്തു പോയതാണ്. അപ്പോൾ 40/2 എന്ന് പറയുമ്പോൾ 20. നെക്സ്റ്റ് എന്താണ്? 45/3 ആണ് അല്ലേ? 45/3 എന്ന് പറഞ്ഞാൽ 15. പിന്നെ എന്താണ് അടുത്തത്? 55/4 ആണ് അല്ലേ? 55/4 എന്ന് പറയുമ്പോൾ 13.75. ദെൻ എന്താണ്? 75/5 ആണ്. 75/5 എന്ന് പറയുന്നത് 15. നെക്സ്റ്റ് ഏതാണ്? 110/6 ആണ്. 110/6 എന്ന് പറയുമ്പോൾ 18.3. പിന്നെ 180 ഡിവൈഡഡ് ബൈ ആണ്. അത് എത്രയാണ് വരുന്നത്? 28 ആണ് അല്ലേ? 28.7. ഇനി നമുക്ക് MC ആണ് അല്ലേ? MC എന്ന് പറയുന്നത് എന്താണ്? TCN - 1. തൊട്ട് പുറകെയുള്ള TC മൈനസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ 70ക്ക് MC ഇല്ല. അപ്പോൾ നെക്സ്റ്റ് എന്താണ്? 100 - 70 എന്ന് പറയുമ്പോൾ 30. 110 - 100 എന്ന് പറയുമ്പോൾ 10. 115 - 110 5 അല്ലേ? ദെൻ 125 - 150 10. പിന്നെ 145 - 125 20. 180 - 145 എന്ന് പറയുമ്പോൾ 35. പിന്നെ 250 - 180 എന്ന് പറയുമ്പോൾ എത്രയാണ്? 70. എത്രയാണ് നമ്മുടെ ഇതിൽ? ഇനി നമ്മൾ ഇതിനോട് സബ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ? ടോട്ടൽ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ഡയഗ്രത്തിലേക്ക് പ്ലോട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു ഡയഗ്രാം എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ച് എന്ത് ചെയ്യണം? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 70 ആണ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തെടുക്കണം. എത്ര വരെയാണ് ടി സി വരുന്നത്? എത്ര വരെയാണോ അതുവരെയാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 50 വെച്ച് മാർക്ക് ചെയ്യാം. 50, 100, 150, 200, 250 വരെ മാർക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? ആദ്യം TFC മാർക്ക് ചെയ്യണം അല്ലേ? TFC എത്രയാണ്? 70 ആണ്. അപ്പോൾ 70യിലേക്ക് നമ്മൾ ഇതുപോലെ TFC വരച്ചു കൊടുക്കുക. മൊത്തം ഇവിടെ ഏത് ഔട്ട്പുട്ട്? ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. ലെവൽ ഓഫ് ഔട്ട്പുട്ട് 1, 2, 3, 4, 5, 6 ആൻഡ് 7 വരെ മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ TFC ആണ് ആദ്യം. 7ൽ TFC ആദ്യം മാർക്ക് ചെയ്യാം. പിന്നെ എന്താണ്? TBC ഇതേപോലെ പ്ലോട്ട് ചെയ്തെടുക്കുക. വേരിയബിൾ കോസ്റ്റ് ഏതാണ് പ്ലോട്ട് ചെയ്യേണ്ടത്? ലെവൽ ഓഫ് ഔട്ട്പുട്ടിന് നേരെ 0, 30, 40, 45 ഇതൊക്കെ മാർക്ക് ചെയ്ത് എടുത്തിട്ട് അത് ചേർത്ത് TC വരയ്ക്കുക. പിന്നെ എന്ത് ചെയ്യണം? ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ് അല്ലേ? അതേപോലെ എന്ത് ചെയ്യുക? ഇവിടെ TC മാർക്ക് ചെയ്യാം. TC മാർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ 1-2 പോയിന്റുകൾ വേണമെങ്കിൽ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ TBC 0 ആണല്ലേ? 0 TBC. അപ്പോൾ രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തേത് 30 ആണ്. അപ്പോൾ 1ൽ 30 എന്ന് പറയുമ്പോൾ ഇവിടെ മാർക്ക് ചെയ്യാം. രണ്ടാമത്തെ സെക്കൻഡ് യൂണിറ്റിന് 40 ആണ്. 40 സെക്കൻഡ് യൂണിറ്റിൻ്റെ 40 തൊട്ട് മുകളിൽ. ദെൻ തേർഡ് യൂണിറ്റിൽ 55 എന്ന് പറയുമ്പോൾ ജസ്റ്റ് എബവ് ആണ്. പിന്നെ 75 ആണ്. 75 എന്ന് പറയുമ്പോൾ 100നും താഴെയാണ് വരേണ്ടത് അല്ലേ? പിന്നെ 110 എന്ന് പറയുമ്പോൾ ജസ്റ്റ്. അപ്പോൾ പിന്നെ 180 എന്ന് പറയുമ്പോൾ 200ൻ്റെ അടുത്ത് വരണം. ഓക്കെ. അപ്പോൾ ഇതിനെല്ലാം കൂടെ ചേർത്ത് കർവ് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? TBC കിട്ടും. ഇനി TC ആണ് മാർക്ക് ചെയ്യേണ്ടത്. TC നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ആദ്യം 70. ഇവിടെ 70യിലാണ് ഫസ്റ്റ് TBC വരുന്നത്. പിന്നെ 100 ആണ് സെക്കൻഡ് യൂണിറ്റിൻ്റേത്. 100 ആണ് അല്ലേ? ഫസ്റ്റ് യൂണിറ്റിൽ 100 മാർക്ക് ചെയ്തു. തേർഡ് യൂണിറ്റിൻ്റേത് 110 ആണ്. രണ്ടാമത്തേതിന് 110 ജസ്റ്റ് വരച്ചാൽ മതി. പിന്നെ 125 ആണ്. 125 തേർഡ് യൂണിറ്റിൻ്റേത്. ഫോർത്ത് യൂണിറ്റിൻ്റെ ആണ് 125. പിന്നെ ഫിഫ്ത്ത് യൂണിറ്റിൻ്റെത് 145. 150ൻ്റെ താഴെയായിട്ട്
45. പിന്നെ വരുന്നത് 180 ആണല്ലേ. 180 എന്ന് പറയുമ്പോൾ 6th യൂണിറ്റിൻ്റെ കുറച്ച് മുകളിൽ. പിന്നെ 250. അപ്പോൾ ഇതിനെ ചേർത്ത് TC വരയ്ക്കാം. TC. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു മോഡലായിട്ടേ വരച്ചിട്ടുള്ളൂ. നിങ്ങൾ മെഷർമെൻ്റ് എടുത്ത് നന്നായിട്ട് വരയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ നന്നായിട്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ. പഠിച്ചു പോയി കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളൊരു 2-3 ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് A+ ഗ്രേഡ് ഉറപ്പ് വരുത്താമെന്ന് പറഞ്ഞായിരുന്നല്ലേ. പിന്നെ ഇന്നലത്തെ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഒരു 50% നമ്മളെന്താണ് റിപ്പീറ്റേഷൻ ആണെന്നാണ്. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഒരു 3 റൗണ്ട് ക്വസ്റ്റ്യനും കൂടെ നോക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.